കേരളത്തിൽ ആദ്യമായി ഭരിക്കാൻ ബി.ജെ.പിക്ക് അവസരം കിട്ടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ട് വി രാജേഷ് മേയറായി? രണ്ട് പേരുകളാണ് മുന്നിൽ വന്നിരുന്നത്. ഒന്ന് ആർ ശ്രീലേഖ, ആദ്യത്തെ IPS മലയാളി IPSകാരി, രണ്ടാമത് വി രാജേഷ്. ഈ പേരുകൾ വലിയ ഒരു തർക്കമായി നിലനിന്നിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. RSSന്റെ പിന്തുണ വി രാജേഷിനായിരുന്നു എന്നതാണ് വാർത്തയായി വന്നത്. ഇതിലെ യാഥാർത്ഥ്യം സംഘടനക്കകത്തുള്ളവർക്ക് തന്നെ അറിയുള്ളൂ. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിന്നവർക്ക് തന്നെ അറിയുകയുള്ളൂ. പക്ഷെ വി രാജേഷ് എന്തുകൊണ്ടായി? ഏറ്റവും അർഹൻ ആ സ്ഥാനത്തേക്ക് വി രാജേഷ് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നയിച്ചതും യുവമോർച്ച ABVP യുവമോർച്ച കാലങ്ങൾ തൊട്ട് സമരങ്ങൾ നടത്തി. യുവമോർച്ച വി രാജേഷിന്റെ കാലഘട്ടത്തൊക്കെ ഒരു നല്ല സമര സംഘടനയായി മാറിയിരുന്നു യുവമോർച്ച. അതുമാത്രമല്ല, നോക്കൂ, തൻ്റെ കൗമാരവും ഒട്ടനവധി സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ പ്രാർത്ഥനകൾ വി രാജേഷിനൊപ്പം ഉണ്ടായിട്ടുണ്ടാകും. കാരണം ശ്രീലേഖ IPS ഒരു മോശം കാൻഡിഡേറ്റാണ് മേയർ സ്ഥാനത്തേക്ക് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നോക്കൂ, ഓരോ BJP പ്രവർത്തനം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സഹിച്ച ത്യാഗങ്ങളുണ്ട്. അവന് അർഹതപ്പെട്ടത് ലഭിക്കാത്തതും സാമൂഹ്യപരമായിട്ടുള്ള ഒറ്റപ്പെടുത്തലും, അതിനിടയിൽ അവൻ പൊരുതി നേടി എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് വിളിച്ച് അങ്ങനെ നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തൽ, വർഗീയവാദി വിളി കേട്ട് ശാരീരികമായ അക്രമങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനവധി ബലിദാനികൾ, അവരുടെ ഇടയിൽ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രവർത്തകർ എല്ലാം സമർപ്പിച്ച് ധനപൂർവ്വം സമർപ്പിച്ച് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരം ഒരു നേതാവ് തന്നെയാണ് വി രാജേഷ്. തൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഈ സംഘടനയ്ക്ക് വേണ്ടി നൽകിയ ഒരു വ്യക്തി. അത്തരം ഒരു വ്യക്തി മേയറായി ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത്തരം ഒരു വ്യക്തി വരണം എന്ന് തന്നെ ആയിരിക്കാം BJPയുടെ സാധാ പ്രവർത്തകർ എല്ലാവരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. മറ്റേത് തൻ്റെ ഔദ്യോഗിക ജീവിതമെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫിൽ കിട്ടുന്ന ബോണസ് പോലെ ആയിരിക്കും ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം എന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകനും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. വി രാജേഷിന് തന്നെയാണ്. വി രാജേഷ്, എനിക്കറിയാം, തിരുവനന്തപുരത്തെ എൻ്റെ ഒരു ഇടതുപക്ഷ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ല നേതാവാണ് രാജേഷ് അണ്ണൻ എന്ന് തന്നെയാണ് അദ്ദേഹം വിളിച്ചത്. ഫോൺ വിളിച്ചാൽ, ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അത് അറ്റൻഡ് ചെയ്യുകയും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന നല്ലൊരു പൊതുപ്രവർത്തകനാണെന്ന് ഒരു സജീവ CPM ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെ തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി. വി രാജേഷിനെ വ്യത്യസ്തമാക്കുന്നത് ഒറ്റ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ ഫോൺ ചെയ്യുക, അദ്ദേഹത്തിന് അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കും. അങ്ങനെ അപൂർവം, അത് പറയാതെ വയ്യ, ഫോൺ വിളിച്ചാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ള മര്യാദ കാണിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. അപൂർവം എന്ന് ഞാൻ പറയുന്നത് അപൂർവം തന്നെ ആയതുകൊണ്ടാണ്. അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് വി രാജേഷ്. എപ്പോഴും സാധാ പ്രവർത്തകർക്കും അദ്ദേഹം ലഭ്യമാണ്. അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയാണ് സുഹൃത്തുക്കളെ മേയർ സ്ഥാനത്തേക്ക്, ആദ്യമായി ഒരു അധികാര സ്ഥാനത്തേക്ക്, കൃത്യമായിട്ടുള്ള ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അധികാര സ്ഥാനത്തേക്ക് BJPക്ക് ചൂണ്ടിക്കാണിക്കുവാനും ഉയർത്തിക്കാണിക്കുവാനും അദ്ദേഹത്തെ അല്ലാതെ മറ്റാരാണ് സുഹൃത്തുക്കളെ? അങ്ങേയറ്റം അർഹനാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേരളത്തിലെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട്.